ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വർഷങ്ങളായി കളിച്ചിരുന്ന രാഷ്ട്രീയ കളിയുടെ മറ പൊട്ടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള രഹസ്യധാരണയുമായി ബന്ധപ്പെട്ട തെളിവ് പുറത്തുവിട്ടിരിക്കുകയാണ് BJP. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി NMR റസാഖ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളാണ് BJP പുറത്തുവിട്ടിട്ടുള്ളത്. പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിലാണ് റസാഖ് പങ്കെടുത്തത്. LDF-ഉം UDF-ഉം ഒന്നാണെന്ന തലക്കെട്ടോടെയാണ് ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കാൻ പോകുന്നതെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ചിത്രങ്ങൾ പുറത്തു വന്നത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിൻ ലാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാരൂരിൽ നടന്ന നമോ ഭാരത് യാത്രയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു നിതിൻ അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുത്തത്. കേരളത്തിൽ പരസ്പരം കൊമ്പ് കോർത്തും പോർവിളിയും കൊലവിളിയുമായി നടക്കുന്നവർ ഡൽഹിയിലെത്തിയാൽ ചങ്കും കരളുമാണ്. കേരളത്തിൽ പരസ്പരം പോരടിച്ച് അവർ കാണിക്കുന്നത് ശുദ്ധ നാടകമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടത് വലത് മുന്നണികളുടെ ഒത്തുകളി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോവാൻ. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെല്ലാം നിയമപരമായി ശിക്ഷിക്കപ്പെടണമെന്നാണ് BJPയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നിതിൻ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ശബരിമല സ്നേഹം കേരളത്തിലെത്തുമ്പോൾ മാത്രമാണ്. കേരളം വിട്ടാൽ പുള്ളിക്ക് അത്തരത്തിലുള്ള സ്നേഹങ്ങളോ വികാരമോ ഒന്നുമില്ല. ഈ ഇരട്ടത്താപ്പാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. കേരളത്തിൽ BJPക്ക് MLA-യോ MP-യോ ഉണ്ടോ എന്ന് നോക്കിയല്ല മോദി സർക്കാർ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് വോട്ട് ശതമാനം കേരളത്തിൽ പടിപടിയായി വർദ്ധിച്ചു വരുന്നത്. ഇടതും വലതും തമ്മിലുള്ള ഈ മറവിലുള്ള കൂട്ടുകെട്ട് കേരള രാഷ്ട്രീയത്തിലെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. പരസ്യമായി ഏറ്റുമുട്ടിയും അകത്തളങ്ങളിൽ കൈകോർത്തും ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തെ വികസനവും സ്ഥിരതയും ഉറപ്പാക്കിയ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണ മാതൃകയാണ് കേരളത്തിനും ആവശ്യമെന്ന സന്ദേശമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഇടത് വലത് ഒത്തുകളികൾക്ക് വിരാമമിട്ട് സുതാര്യവും ഉത്തരവാദിത്തവുമുള്ള ഭരണത്തിനായി മാറ്റം അനിവാര്യമാണെന്ന് ഈ വിവാദം വീണ്ടും അടിവരയിടുന്നു.